തൃശൂരിൽ യുവതി ആത്മഹത്യ ചെയ്തത് മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ ഭീഷണി കാരണമെന്ന് ബന്ധുക്കൾ. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകി. വാക്കാശ്ശേരി സ്വദേശി ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത്. കഴിഞ്ഞ മാസം ഇതുപോലെ ഡിലേ വന്നപ്പോൾ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് നിന്നുണ്ടായിരുന്നു. അതിക്കുമ്പോൾ ഒരു മാസം ഡിലേ ആറുണ്ട്, നമ്മൾ പറയാനുള്ള ഡിലേ ആറുണ്ട്. പക്ഷേ 5 എന്നുള്ളത് 10, 6, 7, 8 അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അടച്ചു പോകാറുണ്ട്. അവർ സമയം തരാറുണ്ട്. പക്ഷെ ഇവൻ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നേരിട്ട് പോണത് ഇന്ന സ്ഥലത്തോട്ടാണ്. എന്നിട്ട് ഒരു പ്രാവശ്യം നിവൃത്തികേട് കൊണ്ട് വൈഫ് അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞിട്ട് പൈസ കുറച്ച് ഒപ്പിച്ചിട്ട് അവന് കൊടുത്ത കാരണം അവൻ പറഞ്ഞു ഇനി ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പൈസ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവന് കിട്ടി. അത് കാരണം വീട്ടിൽ നിരന്തരം ഫോൺ ചെയ്യലും അവിടെ വന്ന് കാത്തിക്കലും ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെയുള്ള സമയത്തൊക്കെ വൈകുന്നേരം വന്നിട്ട് നിൽക്കുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നൈറ്റൊക്കെ എന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവരതിന് ഒരു ഇത് കാണിക്കുമെങ്കിൽ അവർ പറയൂലായിരുന്നു, എന്നോട് ഒന്ന് പറയുള്ളായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട നടപടികൾ എന്താണെന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വന്നിങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഈ ചേച്ചിമാരുടെ ഒരു ഇതും കൂടെ കഴിക്കഴിഞ്ഞപ്പോൾ ആളകത്ത് കയറി വാലടച്ച് ആണ് ഈ സംഭവം. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, വിശദാംശങ്ങൾ. രുചിഷ്, മരിച്ച ഷിനിയുടെ ഭർത്താവ് രതീഷിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്നാണ് ഷിനി വീട്ടിൽ കിടപ്പുമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം വൈകിട്ട് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരമാണ് യുവതി മരിക്കുന്നത്. 34 വയസ്സാണ് ഷിനിക്കുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആദ്യം. അതിനുശേഷം ഈ ബന്ധുക്കളുടെ അടക്കം പരാതിയുടെ അടിസ്ഥാനത്തിൽ മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ അടക്കം സമ്മർദ്ദമാണ് അല്ലെങ്കിൽ അവരുടെ ഭീഷണിയാണ് മരണത്തിന് ഇടയാക്കിയതെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി നൽകിയത് കൃത്യമായി നമുക്കറിയാം. ഈ 3 മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ, ഇസാഫ് ബാങ്ക് അടക്കം 3 മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ, അതായത് ഷിനിക്കും രതീഷിനും ഒരു 2 വീലർ ലോണുണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസുകളുടെ 2 ലോണുകൂടെയുണ്ട്. ഇത് കൃത്യമായി അടച്ചു വന്നിരുന്നതാണ്. പക്ഷേ അടച്ചു വരുന്നതിൽ ഇടക്കാലത്ത് ഒരു വീഴ്ചയുണ്ടായി. അതിന് ശേഷം അവധി നീട്ടി ചോദിക്കുകയും പക്ഷേ ഈ അവധി അനുവദിക്കാതെ ആളുകൾ ഇന്നലെ രാവിലെ മുതൽ ഇവരുടെ വീട്ടിലെത്തി അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ഇരിക്കുകയും പൈസ തരാതെ മടങ്ങിപ്പോകില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും ഇവർ മടങ്ങിപ്പോകാൻ തയ്യാറാവാതിരുന്നതോടുകൂടിയാണ് യുവതി വീട്ടിലെ മുറിക്കുള്ളിൽ കയറി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ബന്ധുക്കളും നാട്ടുകാരും വേഗത്തിൽ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരത്തോടു കൂടി മരിക്കുകയാണ്. 3 മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ, ഒരു 2 വീലർ ലോൺ അടക്കമുള്ള 3 മൈക്രോ ഫിനാൻസ് സംഘങ്ങളാണ് ഇത്തരത്തിൽ നിരന്തരം ഭീഷണിയുമായി എത്തിയിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇവരുടെ വീട്ടിലെത്തുന്നതിന് പുറമെ ഷിനി അടക്കമുള്ള ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, രതീഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തടക്കം ഇവരെത്തിയിരുന്നു. നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആശുപത്രി, ഷിനി ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു, അവിടെയും എത്തി ഭീഷണിപ്പെടുത്തി, വീട്ടിലുമെത്തി നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ സംഭവം പോലീസിൽ പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകാനാണോ കുടുംബത്തിന്റെ തീരുമാനം? അത്തരത്തിൽ തന്നെയാണ് രുചീഷ്. പോലീസിൽ ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റുള്ള ആളുകളെയും ഈ പറയപ്പെടുന്ന മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ പ്രതിനിധികളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ എന്താണെന്നതടക്കം ആത്മഹത്യാ പ്രേരണക്കുറ്റമടക്കമായിരിക്കും ചുമത്തപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം ഏതെല്ലാം വകുപ്പുകൾ ചുമത്തി ആരെ പ്രതിയാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കുറച്ച് വിശദമായ ഒരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഷിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രുചീഷ്. ശരി.